പിന്നെ അവര് പറഞ്ഞു വെച്ച് നോക്കിയാലേ ഇതായിരിക്കും വീട്. ബ്രോക്കർ ആയിരുന്നോ? ആളിപ്പോ വരും, കയറി ഇരുന്നോട്ടെ. അച്ഛനെ, നിങ്ങളെ കാണാൻ ആരൊക്കെയോ വന്നിരിക്കുന്നു, ഇങ്ങോട്ടൊന്ന് വന്നേ. എന്തിനാണ് എന്നെ വിളിച്ചത്? ഞാൻ അടുത്ത് നിന്നില്ലെങ്കിൽ പശു കാടിയെല്ലാം തട്ടിക്കളയും. എന്ത് പണിയാ ബ്രോക്കർ നിങ്ങൾ കാണിച്ചത്? നിങ്ങൾ വരാൻ നമുക്ക് 2 ആഴ്ചയായില്ലേ? അവളെ പ്രസവിച്ച് ഒരു ആൺകുട്ടി. നമുക്ക് വീട് മാറിപ്പോയി. ഒരു അഡ്രസ്സിൽ 3 വീടില്ലയോ? ഇതല്ല വീട്. ബ്രോക്കറെ പറഞ്ഞിട്ട് ഇറങ്ങും. അബദ്ധമായോ? എന്നാലേ വീട് മാറിപ്പോയതാ. ഒരു അഡ്രസ്സിൽ 3 വീടില്ലേ? ശരി, നമുക്ക് പോകാം. നിങ്ങൾ ഇരിക്കുന്ന തിരുത്തിപ്പെടാതെ കുട്ടി ഉൾപ്പെടെ ഞങ്ങൾ തരാം. ഇങ്ങനെ എന്തൊക്കെയാ പറയുന്നത്? കുട്ടികളൊന്നും നമ്മക്ക് പറ്റത്തില്ല, അമ്മ വീട്ടിൽ കയറ്റത്തില്ല. നിങ്ങൾ പല വീട്ടിലെല്ലാം പോയി വില പറയുന്നതല്ലേ? ഇന്നലെ ഒരാൾ വന്നായിരുന്നു, ബ്രോക്കറിങ് കുട്ടിയെ വന്നത്. അവസാനം തർക്കിച്ചിട്ടങ്ങ് പോയി. 4 ദിവസം ആകുമ്പോ പാല് സൊസൈറ്റിയിൽ കൊടുത്തു തുടങ്ങും. ഈ പ്രസവിച്ച പശുവിനെ കുട്ടിക്ക് എന്നാ വില നിങ്ങൾക്ക് അറിയാവോ? അപ്പൊ ഇത് പശു കച്ചവടത്തിന്റെ കാര്യമാണ് പറയുന്നത്. വീട് മാറിപ്പോയെന്നാണ് നമുക്ക് തോന്നുന്നത്. ഞങ്ങൾക്ക് വീട് മാറിപ്പോയി. ഈ അഡ്രസ്സിൽ 3 വീടില്ലേ? വേറെ വീട്ടിലായിരുന്നു ഞങ്ങൾ പോകേണ്ടിയിരുന്നത്. എന്നാൽ ശരി, വീട് മാറിപ്പോയതാ. നമുക്ക് ഇറങ്ങാം. മാനവേദന തിരക്കിയാണ് വന്നത്. തൊഴുത്തിൽ തെക്കത് അദ്ദേഹത്തിന്റെ മകളെ പെണ്ണുകാരാണ് വന്നത്, പത്മകുമാറിന്. ഇവിടെ വേറെ ഏതെങ്കിലും മാനവേദനുണ്ടോ തൊഴുത്തിൽ തെക്കത്? എന്നാല് എന്റെ ബ്രോക്കറെ, നിങ്ങൾ കഴിഞ്ഞ ആഴ്ച വന്നതേ പശുവിനെ വാങ്ങാനല്ലായിരുന്നില്ലേ? പെണ്ണ് കാണാനായിരുന്നില്ലേ? എനിക്കിപ്പോ അബദ്ധം പറ്റിയേനെ. പശുവിനെയും കുട്ടിയെയും പിടിച്ച് ഞാനിപ്പോ അങ്ങ് തന്നേനായിരുന്നു. ഇവര് പശുവിനെ വാങ്ങാൻ വന്നവരല്ല, മോളെ പെണ്ണ് കാണാൻ വന്നതാ. നീ അകത്തുനിന്ന് 2 ചായ എടുത്തുകൊണ്ട് വന്നേ ഇങ്ങോട്ട്. മോൻ എന്തോരെ പഠിച്ച്? ജോലി വല്ലതും ആയോ? ഞാൻ ബികോം വരെ പഠിച്ചു. ജോലിയൊന്നും ആയിട്ടില്ല, ടെസ്റ്റുകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നു. ജോലി ഒന്നും വേണമെന്നില്ല, എനിക്കൊരു ഡിമാൻഡേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞാലും ചെറുക്കൻ ഇവിടെ തന്നെ താമസിക്കണം. അതെന്താ അങ്ങനെ ഡിമാൻഡ്? പെൺകുട്ടി ഒന്ന് വിളിക്കുക, നമുക്കൊന്ന് കണ്ടുകളാം. മോക്ക് ജോലി കിട്ടി പാലക്കാട് പോയി. ഇവിടെ പശുക്കളെ നോക്കാൻ ഒരാള് വേണം. കല്യാണം കഴിഞ്ഞാൽ 4 പോത്തിനിടെ മേടിക്കുക, അതിനൊക്കെ നോക്കി സുഖമായിട്ടൂടെ കഴിയാം. ഇതിലും നല്ലത് ഒരു ബംഗാളിയെ പണിക്ക് കിട്ടുന്നില്ല മാനവേന്ദ്ര. നല്ലത് ബംഗാളിയെ പണിക്കിരുത്തിയാലേ വൈകുന്നേരം ആകുമ്പോൾ 950 രൂപ എണ്ണണം. മരുമനാകുമ്പോൾ കണക്ക് പറയണ്ടല്ലോ. വൈകുന്നേരം ചാപ്പാടും കിടക്കാനുള്ള സൗകര്യം. അതുപോലെ കുട്ടി സ്ഥലത്ത് വന്നിട്ടില്ല, പാലക്കാട് ജോലിയിലാണ്. ഒന്നുകൂടി വരേണ്ടി വരും. ഞാൻ ഫോൺ ചെയ്തപ്പോ കുട്ടി ഉണ്ടെന്ന് പറഞ്ഞതോ? അത് പശുക്കുട്ടിയുടെ കാര്യമല്ലേ പറഞ്ഞത്? അങ്ങനാണെങ്കിൽ ഞങ്ങൾ അടുത്ത ആഴ്ച ഒന്നുകൂടി വരാം. അങ്ങനാണെങ്കിൽ ഞാനൊരു 4 പോത്തിനും കൂടെ അഡ്വാൻസ് കൊടുത്ത് നിർത്താം. ഇങ്ങനെ കാണാൻ പറ്റുന്നത്? അപ്പൊ ഞാനൊന്നും കാണിച്ചതല്ല. വലിയ ഫാം ഹൗസ് നടത്തുന്ന ആളെന്നാണ് മാട്രിമോണിയിൽ കിടന്നത്. അങ്ങനെയാണ് അഡ്രസ് തേടി പിടിച്ച് നമ്മൾ ഇവിടെ എത്തിയത്. ടാക്സി ചാർജ് എന്ന് പറഞ്ഞ അച്ഛൻ്റെ 800 രൂപ വാങ്ങിച്ചോണ്ട് വന്നത്. ഞാനെന്താ സമാധാനം പറയാൻ വീട്ടിൽ ചെന്നു. ശരി, ഇതങ്ങ് കഴിയട്ടെ. നമുക്ക് അടുത്ത ആഴ്ച വേറെ ഒരെണ്ണം നോക്കാം. ഇതിൽ നല്ല ഒരെണ്ണം. നീ ഞാൻ വിളിച്ചിട്ട് എടുക്കാഞ്ഞത് എന്തോ? പോയ കാര്യം എന്തോ ആയി? ഒന്നും പറയണ്ട, അത് അബദ്ധമായി. ഈ പോയതും വെറുതെ ആയിരുന്നു. അതൊരു പശുക്കച്ചവടക്കാരന്റെ വീടായിരുന്നു. ആ ബ്രോക്കറെ വിളിച്ചോണ്ട് പോയി വല്ലാത്ത പണിയാ കാണിച്ചു. അച്ഛൻ്റെ അടുത്തൊന്നും ഇത് പറയല്ലേ, കളിയാക്കി കൊന്നു. അച്ഛൻ ഇത് അറിയണ്ട.